സിറിയ സ്വാതന്ത്ര്യം ആഘോഷിക്കുകയാണ്. 5 പതിറ്റാണ്ട് നീണ്ട അസദിൻ്റെ ഭരണത്തിലെ കറുത്ത അധ്യായങ്ങൾ ഓരോന്നായി പുറത്തു വരുന്നു. അപ്രതീക്ഷിത നീക്കത്തിലൂടെയാണ് വിമതർ അസദിനെ പുറത്താക്കിയത്. സിറിയയെ മുച്ചൂടും മുടിച്ച ഭരണാധികാരിയായിരുന്നു അസദ് എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. സിറിയ മണ്ണിൽ ബഷർ അൽ അസദിൻ്റെ അവസാന നിമിഷങ്ങളാണ് മാധ്യമ റിപ്പോർട്ടുകളിൽ നിറയുന്നത്. വിമതസേന സിറിയയുടെ തലസ്ഥാനം തിരിച്ചു കയറിയപ്പോൾ ഡമാസ്കസിലെ തെരുവുകൾ നിശബ്ദമായി. പ്രസിഡന്റ് ബഷർ അൽ അസദിൻ്റെ കുടുംബം അപ്രത്യക്ഷമായി. അദ്ദേഹത്തിൻ്റെ സഹായികളും സൈനിക മേധാവികളും കുടുംബങ്ങളും പോലും ഇരുട്ടിലായി. എന്താണ് നടക്കുന്നതെന്ന് ആർക്കും ഒരു പിടിയുമില്ലായിരുന്നു. രഹസ്യമായി മോസ്കോയിലേക്ക് പലായനം ചെയ്യുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് മുൻ സിറിയൻ പ്രസിഡന്റ് നുണകൾ കൊണ്ടൊരു വല നെയ്തു. റഷ്യൻ പിന്തുണ ഉടൻ ലഭിക്കുമെന്ന് അദ്ദേഹം അനുയായികൾക്ക് ഉറപ്പ് നൽകി. എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? 2024 ഡിസംബർ 8 ഡമാസ്കസ് വിമതർ വളഞ്ഞു. അലപ്പോ, ഹോംസ്, ഹമ എന്നിവിടങ്ങളിൽ വിമതസേന നിയന്ത്രണം പിടിച്ചു. സിറിയയിലെ ശക്തിയുടെ മുഖമായിരുന്ന സിറിയൻ പ്രസിഡന്റ് ബഷർ അൽ അസദിനെ എവിടെയും കണ്ടെത്താനായില്ല. അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള തിരോധാനം മുങ്ങിക്കൊണ്ടിരുന്ന സിറിയൻ സർക്കാരിനെ പൂർണ്ണമായും തകർത്തു. നവംബർ 28 റഷ്യയുടെ സൈനിക സഹായം ഉടനെത്തുമെന്ന് അസദ് ഡമാസ്കസിലെ തൻ്റെ കമാൻഡർക്ക് ഉറപ്പ് നൽകിയിരുന്നു. വിമതർ മുന്നേറുന്നുണ്ടെങ്കിലും അവരുടെ സ്ഥാനങ്ങൾ നിലനിർത്താൻ അദ്ദേഹം തൻ്റെ സൈന്യത്തെ പ്രേരിപ്പിച്ചു. എന്നാൽ റഷ്യ കൈയൊഴിഞ്ഞ വിവരം അസദിന് അറിയാമായിരുന്നു. ഡിസംബർ 7 തലസ്ഥാനം വിമതരുടെ പിടിയിലായി. അസദിൻ്റെ ഒരു വിശദീകരണത്തിനായി സർക്കാർ ഉദ്യോഗസ്ഥർ ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ മാധ്യമ ഉപദേഷ്ടാവ് ബിയൂണ ബാഷാൻ അതിൻ്റെ കരട് തയ്യാറാക്കാൻ അന്ന് രാത്രി പ്രസിഡന്റിൻ്റെ വസതിയിലെത്തി. എന്നാൽ അവളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ വീട് നിശബ്ദവും ശൂന്യവുമായിരുന്നു. അവരുടെ നേതാവ് നിശബ്ദമായി രാജ്യം വിട്ടുപോയതായി മനസ്സിലാക്കി. ഒരു തെറ്റുപോലും വരാതെ രഹസ്യമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുൻ സിറിയൻ പ്രസിഡന്റിന്റെ പ്രവാസ ജീവിതം ക്രമീകരിച്ചു. റഷ്യൻ രഹസ്യാന്വേഷണ ഏജൻസിയാണ് അദ്ദേഹത്തിൻ്റെ വിമാനം തയ്യാറാക്കിയത്. വിമാനം കണ്ടെത്താതിരിക്കാൻ ട്രാൻസ്പോണ്ടർ ഇല്ലാതെ പറന്നു. കമാൻഡറായ അദ്ദേഹത്തിൻ്റെ ഇളയ സഹോദരൻ മഹർ അൽ അസദിന് പോലും ഇക്കാര്യം വ്യക്തമായി അറിയില്ലായിരുന്നു. അസദിൻ്റെ 2 അടുത്ത ബന്ധുക്കളും കണ്ണടച്ചു. പ്രസിഡന്റ് രാജ്യത്തു നിന്ന് അപ്രത്യക്ഷനായ ശേഷം അവർ ഡമാസ്കസിൽ നിന്ന് കാറിൽ പലായനം ചെയ്തുവെങ്കിലും ലെബനനിലേക്കുള്ള വഴിയിൽ ആക്രമിക്കപ്പെട്ടു. ഒരാൾ കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പ്രസിഡന്റ് പാലസിനുള്ളിൽ ആശയക്കുഴപ്പവും പരിഭ്രാന്തിയും പരന്നു. ഓഫീസ് സ്തംഭിച്ചു. പുലർച്ചെ 2 മണിയോടെ ഭരണത്തിൻ്റെ പിടിയയഞ്ഞു. സൈനികർ തങ്ങളുടെ സ്ഥാനങ്ങൾ ഉപേക്ഷിച്ചു. നഗരം വിമതസേനകളുടെ കയ്യിലായി.